അപ്പൊ ദച്ചുകുട്ടന്റെ ബർത്ത്ഡേ ആണ് ഇന്ന് September 22. അപ്പൊ കുഞ്ഞുണ്ടായിട്ട് ഇന്ന് 5 വർഷം ആവുക, കുഞ്ഞിന് 5 വയസ്സാവുക. അപ്പം എല്ലാ കുഞ്ഞുങ്ങളെ ഒരു സന്തോഷമല്ലേ കേക്ക് കട്ട് ചെയ്യാന്നുള്ളത്. ഞങ്ങളും അത് ചെയ്യാന്ന് വെച്ചു. ഞങ്ങള് മാത്രം ഇവ ചേച്ചിയും ചേട്ടനൊക്കെ ഇപ്പൊ വരും, ഇപ്പൊ ലാൻഡ് ചെയ്യും. അപ്പൊ കേക്ക് കട്ട് ചെയ്യാൻ പോവാ. ഓക്കെ കൂടാ. അപ്പൊ കുഞ്ഞിനെ റെഡിയാക്കി തന്നെ കിടത്തിയിട്ടുണ്ട്. ആളവിടെ കിടന്ന് കളിക്കുക. കുഞ്ഞി ചേട്ടന്റെ ബർത്ത്ഡേയാ. തലേ വെക്കുന്നിടത്ത് ദേഹത്ത് വെച്ചേക്കുന്നോള്. വിളിച്ചേ കുഞ്ഞിനെ. ദച്ചൂസിന്റെ സൗണ്ട് അവർക്ക് ഭയങ്കര നല്ലപോലെ അറിയാം. ഇപ്പൊ പാല് കുടിച്ചോണ്ടിരിക്കുകയാണെങ്കിലും ദച്ചു വന്നാൽ ആള് പാല് കുടിക്കാതെ പിന്നെ അവനെ നോക്കിയിരുന്ന് ചിരിക്കുക. അതാ പരിപാടി. അവനെ നല്ലപോലെ അറിയാം അവർക്ക്. കേക്ക് കെട്ടിയാൻ വരാൻ പറയടാ. കുഞ്ഞി വാന്ന് പറ. ചെയ്യുക. ഇപ്പൊ നമ്മക്ക് വാപ്പാടെ ഉള്ള ഒരു വിശിഷ്ട അതിഥികള് ഇവരാണ്. ഇവരെ മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ. അപ്പം ഇവരെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. അപ്പൊ ഇവര് എത്തിയിട്ടുണ്ട്. ഋതുക്കുട്ടൻ ആൻഡ് ടീംസ് എത്തിയിട്ടുണ്ട്. ഋതുക്കുട്ടൻ ആൻഡ് ടീംസ്. അപ്പൊ നമ്മുടെ എന്ത് ഫംഗ്ഷൻ വന്നാലും നമ്മുടെ കേക്ക് ഓർഡർ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം അഭിലാഷിന്റെ കടയിൽ നിന്നാണ്. അപ്പം അഭിലാഷ് കേക്കൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ കേക്ക് എന്ന് പറയുന്നത് സർപ്രൈസ് സ്പെഷ്യൽ കേക്ക് ആണ് അല്ലേ? ഞാനും ചേട്ടനും ഒക്കെ ഭയങ്കര ക്രിക്കറ്റ് ഫാൻസ് ആണ്. അപ്പൊ നമ്മുടെ അടുത്ത ജനറേഷനെ ക്രിക്കറ്റിലേക്ക് ആകർഷിക്കാൻ വേണ്ടി നമ്മള് സംഭവമാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ ക്രിക്കറ്റ് ഗ്രൗണ്ട്, ബാറ്റ്, സ്റ്റമ്പ്. ഓക്കെ, എങ്ങനെയുണ്ടോ? സെറ്റ് ആണോടാ? നീ ക്രിക്കറ്റ് ഫാൻ ആണോടാ? ക്രിക്കറ്റ് ഫാൻ ആണോ? ഇഷ്ടമുള്ള കളിക്കാരനാരാ? ആരാടാ? ഓ, പെട്ടെന്ന് മറന്നുപോയി, ആളുടെ പേര് മറന്നു. അപ്പം ഇതാണ് സ്പെഷ്യൽ കേക്ക്. അപ്പൊ നമ്മൾ അത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓ, അടുത്ത ക്രിക്കറ്റ് പ്രേമി വന്ന്. നിനക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണോ? ആണോ? സെറ്റാണോ? നമ്മുടെ കുഞ്ഞിക്കിളി ഇവിടെ എന്തുവാ നടക്കുന്നതെന്ന് അറിയാതെ ഇങ്ങനെ റെഡിയായി സെറ്റായി വല്യമിച്ചടയിൽ ഇരിക്കുക. അപ്പൊ ഇവക്ക് മുടി കുറവായോണ്ട് ഇങ്ങനെ ഹെയർ ബാൻഡ് ഒക്കെ വെക്കുന്ന നല്ല രസം. എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ചേച്ചി വന്നപ്പോഴും നല്ല 2 ഹെയർ ബാൻഡ് കൊണ്ടുവന്ന് അതിൽ ഒരെണ്ണോ ഇപ്പൊ തലയിൽ ഇരിക്കുന്നത്. അതും വെച്ചോണ്ട് ആള് സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുക. കേക്കൊക്കെ സെറ്റായി. കേക്ക് മുറിക്കാൻ വേണ്ടി എല്ലാരും റെഡിയായി നിൽക്കുകയാണ്. ഇപ്പൊ തട്ടാലോട്ട് കയറിയിട്ടുണ്ട്. ഒരു വിശിഷ്ട അതിഥി. അതെ, ഇവിടുത്തെ അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ നമുക്ക് കേക്ക് മുറിക്കാം. അപ്പൊ കേക്ക് മുറിക്കാൻ പോവാണ്. ഓക്കെ. Happy birthday to you. Happy birthday to you. Happy birthday to dear Dechu. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to dear Dechu. Happy birthday. ഇതിന് കൊടുക്കാറായിട്ടില്ല.
ഹാപ്പി ബർത്ത്ഡേ. ചേച്ചിക്കുട്ടിയുടെയും ഋതുക്കുട്ടിയുടെയും സ്പെഷ്യൽ ഗിഫ്റ്റ്. ഞങ്ങളൊരു ചെറിയ ഗിഫ്റ്റ്. എന്താണോ? ഹാപ്പി ബർത്ത്ഡേ ചേച്ചു. അൺബോക്സിംഗ് ബൈ വല്യച്ഛൻ. Second one is just അടുത്തത്. അടുത്തേത് ഇത് പൊട്ടിച്ചാണ് ഇത്. എന്ത് വെച്ചത് എങ്ങനെ? ചേച്ചിക്കുട്ടി ഋതുക്കുട്ടൻ. ചേച്ചിക്കുട്ടി ഋതുക്കുട്ടാൻ്റെ എന്തുവാടി? കുഞ്ഞുങ്ങളെ കല. അടിപൊളി അടിപൊളി. ഡ്രോയിങ്ങാ. ഡ്രോയിങ് കിടിലൻ കേട്ടോ. എന്തിയെ നോക്കട്ടെ. അക്രിലിക് പെയിന്റിംഗ്. ഓ അടിപൊളി കേട്ടോ. ഇതെന്തുവാടി? അവള് മറന്ന്. ഞാൻ വേറുമ്പോ ഒരു ബോക്സ് ആയിരിക്കും. അല്ല തുറന്നിരിക്കണം. പേപ്പർ സോപ്പ് ഹാൻഡ്മെയ്ഡ്. അതെയോ? വേണം പിന്നെ. ഹാൻഡ്മെയ്ഡാ. പോകുമ്പോ എവിടെയെങ്കിലും കൊണ്ടുപോവാ. ഓക്കെ. രണ്ടേ പേപ്പർ ആയിരുന്നു. എന്തുവാ ഇത്? പേപ്പർ സോപ്പ്. കല്യാണത്തിനൊക്കെ പോകുമ്പോ നമ്മള് പോക്കറ്റിലിട്ട് കൊണ്ടുപോയാൽ മതി. എന്നിട്ട് കൈ കഴിയുമ്പോ അപ്പൊ നമ്മുടെ ക്രയോൺസ് മീഡിയയുടെ ഒരു നടനും നായകനും ഇച്ചിരി താമസിച്ചു പോയി എത്താൻ. ലേറ്റസ്റ്റ് ആയിട്ട് വരത്തുള്ളു. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുഡ് വാങ്ങിക്കാൻ പോകണ്ടേ. അപ്പം എല്ലാവർക്കും ഉള്ള ഫുഡ് വാങ്ങിക്കാൻ കൈരളിയിൽ ഞങ്ങൾ എപ്പോഴും അവിടെ പോവാറ്. അപ്പം രാവിലേട്ടനും ചേട്ടനും പോകാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ചാടിക്കേറി ഒരു റൈഡും ആവുമല്ലോ എന്ന് വെച്ച് കൈരളിയിൽ പോയി. പൊറോട്ട, ചപ്പാത്തി, ദോശ. കുഞ്ഞുങ്ങൾക്ക് പൊറോട്ട അവർ തന്നെ പറഞ്ഞു പൊറോട്ട വേണ്ട, ഞങ്ങൾക്ക് ദോശ മതി. അങ്ങനെ അവർക്ക് ദോശയായിരുന്നു വാങ്ങിച്ചത്. അങ്ങനെ പൊറോട്ട, ബീഫ്, ചിക്കൻ, അങ്ങനെ മൊത്തത്തിലെല്ലാം കൂട്ടി അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. മുക്ക് കൈരളിയിൽ നിന്നാണ് എപ്പോഴും ഫുഡ് വാങ്ങിക്കുന്നത്. അവിടുത്തെ ഫുഡ് എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ കുഞ്ഞന്മാരെ നിലത്തിരുത്തി, അവരെ അവിടെ ഇരുത്തുന്നത് സേഫ്. അവിടെ ഇരുത്തി രണ്ടുപേരൂടെ മത്സരിച്ച് മുട്ടയും പൊരിച്ചു കൊടുത്തു. അങ്ങനെ മുട്ടയും ദോശയും ചമ്മന്തിയും ഒക്കെയാണ് അവർ കഴിച്ചത്. അപ്പോൾ ദച്ചൂസ് അന്ന് സ്കൂളിൽ പോയത് കളർ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് പോയത്. പുതിയ ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ടുകൊണ്ട് ആശ നല്ല ഹാപ്പി ആയിട്ടാണ് പോയത്. അതുപോലെ തന്നെ ഇപ്പോൾ ചോക്ലേറ്റ്സ് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല ബർത്ത്ഡേയുടെ അന്ന്. അപ്പോൾ അതുകൊണ്ട് പെൻസിലാണ് എല്ലാ കുട്ടികൾക്കും കൊടുത്തു വിട്ടത്. അതൊക്കെ എല്ലാം കൂടെ പൊതിഞ്ഞ് 35ഓളം പെൻസിൽ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഹാപ്പി ആയിട്ട് ആശാൻ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഓക്കെ, ബൈ.